ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് എന്നും നമുക്കൊരു ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ടാവുന്ന സംഭവമാണ്. എൻ്റെ ചെറുപ്പത്തിലൊരു നറുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോർഡിന് മുകളിൽ കുറേ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പൈസ കൊടുത്തിട്ട് നറുക്ക് മേടിക്കും. നറുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ പീസ്. ഇതിൽ നമ്മൾ ചിരണ്ടി നോക്കിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു നമ്പർ വരും. അപ്പോൾ ഈ നമ്പറിന് ഏത് സമ്മാനമാണെന്ന് ഈ ബോർഡിൽ നോക്കിയാൽ കാണാം. ആ സമ്മാനം നമുക്ക് കിട്ടും. ചിലപ്പോൾ സമ്മാനം ഇല്ലാത്ത നമ്പറുകളുണ്ടാവും. അപ്പോൾ ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങും ഇപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റൊക്കെ വന്നപ്പോൾ ഈ സംഭവമൊന്നും എവിടെയും കാണാറില്ല. പക്ഷേ ഇപ്പം അടുത്ത് ഞാൻ ചെന്നൈയിലൊരു കടയിൽ ഈ സാധനം കണ്ടു. ഈ സാധനം കണ്ടു എന്ന് മാത്രമല്ല, അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെയും കണ്ടു. ഇയാൾ 100 നിറക്കാണ് മേടിച്ചിട്ട് ചിരണ്ടി നോക്കണത്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇയാൾ തലേ ദിവസം വന്നിട്ട് ഇതേപോലെ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇത് ചിരണ്ടി നോക്കി. അവസാനം 4-5 രൂപയാണ് സമ്മാനം കിട്ടുന്നത്. நேத்திக்கு 100 ரூபாய்க்கு வாங்கிட்டீங்களா? இன்னைக்கு 100 ரூபாய்க்கு. அப்ப அடிக்குது 100 ரூபாய்க்கு வாங்குனா ஒரு 5 ரூபீஸ் அடிக்குது. நீ சொன்னா கட்டிங்க போடுவான். അവസാനത്തെ ഇല്ല അപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുത്താൽ ഇയാൾക്ക് ഈ ബോർഡിലുള്ള മൊത്തം സമ്മാനങ്ങളും പൈസ കൊടുത്ത് മേടിക്കും. പക്ഷെ അതിലൊരു ത്രില്ലില്ല. 5 രൂപ ഉണ്ട്, 1 രൂപ മതി. 5 രൂപ കൊടുത്താൽ ആ വിസിൽ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടും. ബാക്കി അത് ജിപേ ചെയ്യാം. 1 രൂപയുടെ സാധനം 5 രൂപയുടെ കോയിൻ വെച്ചിട്ടാണ് വെറുതെ പോണം. വരയ്ക്ക് ഇതിന്റെ മീനിങ് എന്താ? സ്റ്റാർ கிடையாது.